പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 8ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചോദ്യം വരുന്ന രൂപമൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തേത് യോജിപ്പിക്കാം എന്ന ചോദ്യമാണ്. 6 ചോദ്യങ്ങളാണ് അതിലുള്ളത്. ഉത്തരങ്ങൾ നമുക്ക് ഇടതുഭാഗത്ത് കാണുന്നുണ്ട്. അതിലൊന്നാമത്തത് അഫല അക്കൂന അബുദൻ ഷക്കൂറ. ഐഷ ബീവി, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടയോ? ഷക്കൂറ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള. രണ്ടാമത്തത് ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു ഭംഗിയുള്ളവനാണ്. യുഹിബുൽ ജമാല, ഭംഗിയെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നു. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലം ശരീരത്തിലേക്കോ ഭംഗിയിലേക്കൊന്നുമല്ല, ഹൃദയത്തിലേക്കാണ്. നാലാമത്തത് ഒരു രാജ്യത്തെ പോലെയാണ് നമ്മുടെ ശരീരം. അഞ്ചാമത്തത് അന്ധമായ അനുകരണം ആഭാസകരമാണ്. ആറാമത്തത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഓരോന്നിനെക്കുറിച്ചും നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മളത് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം 1 or 2 നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പാഠഭാഗങ്ങളൊക്കെ നന്നായി നമ്മൾ വായിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ്. 4 പ്രധാന ചോദ്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. അതിലൊന്ന് 13 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഏത്? കൗമാരം. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഇനി രണ്ടാമത്തത് വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവർ മൃഗങ്ങൾക്ക് തുല്യരാണ്. അപ്പോൾ സ്വന്തം വികാരങ്ങൾക്ക് അടിമപ്പെട്ടു കൊടുക്കുക എന്നുള്ളത് അത് മൃഗങ്ങളുടെ സ്വഭാവമാണ്. മൃഗങ്ങൾക്ക് തുല്യരാണപ്പോൾ. മൂന്നാമത്തത് വമാബിക്കും മിൻ നിഅമത്തിൻ, നിങ്ങൾക്ക് കിട്ടിയ എന്തനുഗ്രഹം ഉണ്ടാവട്ടെ, ഏതനുഗ്രഹവും ഫമിനല്ലാഹി, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹു നിങ്ങൾക്ക് തന്നതാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് മൂന്നാമത്തതാണ്. അതിൽ 3 വീതം എഴുതാം എന്ന ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടാറുണ്ടായിരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? 3 ആ പ്രാർത്ഥന മുഴുവൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവേ ഇന്നി ഔദു ബിക, ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു, മിനൽ ഹമ്മി വൽ ഹസനി, ടെൻഷനിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ അജ്സി, കഴിവില്ലായ്മയിൽ നിന്നും, വൽ കസലി, മടിയിൽ നിന്നും, വഅഊദു ബിക മിനൽ ജുബ്നി, അതുപോലെ തന്നെ പേടിയിൽ നിന്ന് കാവൽ ചോദിച്ചിരുന്നു. വൽ ബുഖ്ലി, പിശുക്ക്. വഅഊദു ബിക മിൻ ഒലബത്തി ദൈൻ, കടം കുന്നുകൂടുക. അതുപോലെ തന്നെ വഖഹ്രി റിജാൽ, മറ്റുള്ള ആളുകൾ നമ്മളെ അടക്കി ഭരിക്കുക. ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ നബി തങ്ങൾ കാവൽ ചോദിച്ചതായിരുന്നു. ഇതെല്ലാം 1-2 തവണ കേട്ട് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് കൗമാരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനം. 1. ഉയരം, ഭാരം, ശബ്ദം, ശരീരഘടന എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഏതൊക്കെ? ഉയരം, ഭാരം, ശബ്ദം, ശരീരഘടന എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇനി അടുത്തത് പുതിയത് അറിയാനുള്ള വലിയ ആകാംക്ഷ. പുതിയത് ഇങ്ങനെ ഓരോന്നോരോന്ന് അറിയാനുള്ള ആകാംക്ഷ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൗമാരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ചുരുങ്ങിയത് 2 പഠിച്ചു വെക്കുക. അതിൽ വരുന്നതൊക്കെ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷേ മറ്റേതെങ്കിലും രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാർക്ക് നഷ്ടപ്പെട്ടു പോകും. ഇനി മൂന്നാമത്തതാണ് വായിക്കുന്നത്. ഒരു അടിമയുടെയും കാലടികൾ മുന്നോട്ട് നീങ്ങുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരാളുടെ കാലടിയും മുന്നോട്ട് നീങ്ങാൻ സമ്മതിക്കില്ല, നീങ്ങുകയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ആ കാര്യങ്ങളാണ്. 1. ആയുസ് എന്തിൽ വിനിയോഗിച്ചു? അതുപോലെ തന്നെ ധനം എങ്ങനെ സമ്പാദിച്ചു? അത് എന്തിൽ ചിലവഴിച്ചു? പിന്നെ അറിവ് കൊണ്ട് എന്ത് പ്രവർത്തിച്ചു? ശരീരം എന്തിൽ നശിപ്പിച്ചു? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരാൾക്കും മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല. ഇനി നമുക്ക് 4-മത്തതാണ് വായിക്കാനുള്ളത്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന്
ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സമ്മാനമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ ആമീനോ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. ഇനി നാലാമത്തെ നമുക്ക് വായിക്കാം. ഉത്തരം എഴുതാം എന്ന ചോദ്യമാണ്. യഥാർത്ഥ നന്ദി ഏതാണ്? യഥാർത്ഥ നന്ദി എല്ലാ അനുഗ്രഹങ്ങളും എന്തിനു വേണ്ടിയാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് അതിനു വേണ്ടി ഉപയോഗിക്കലാണ് യഥാർത്ഥ നന്ദി. അപ്പോൾ പടച്ചോന് പണം തന്നത് നമുക്ക് എന്തിനാണ്? നല്ലതിന് ചിലവഴിക്കാൻ. കാത് തന്നത് എന്തിനാണ്? നല്ലത് കേൾക്കാൻ. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും എന്തിനു വേണ്ടിയാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് അതിനു വേണ്ടി ഉപയോഗിക്കലാണ് യഥാർത്ഥ നന്ദി. ഇനി രണ്ടാമത്തത്, ഒരാൾ നമുക്ക് ഉപകാരം ചെയ്താൽ പറയണം എന്ത്? ജസാക്കല്ലാഹു ഖൈറൻ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് വെക്കുക. എന്താ പറയേണ്ടത്? ജസാക്കല്ലാഹു ഖൈറ എന്നുള്ളത് പറയുക. ഇനി 3, അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. എന്തുകൊണ്ടാണ്? നന്ദിയുള്ളവരായാൽ. അപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. നാലാമത്തത്, ശാരീരിക സൗന്ദര്യത്തേക്കാൾ പ്രധാനമാണ് എന്ത്? ശരീരം പല ആളുകൾക്കും നല്ല സൗന്ദര്യം ഉണ്ടാവും, പക്ഷെ അതിനേക്കാളും പ്രധാനമാണ് മാനസിക സൗന്ദര്യം. ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തത്, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലത്തിന് അർഹതയില്ലാത്ത പ്രവർത്തനങ്ങൾ ഏതാണ്? ഉദ്ദേശശുദ്ധിയില്ലാത്ത പ്രവർത്തനങ്ങൾ പ്രത്യക്ഷത്തിൽ എത്ര നല്ലതാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമാവുകയില്ല. ശ്രദ്ധിക്കുക. ഇനി ആറാമത്തത്, അർത്ഥം എഴുതാം എന്ന ചോദ്യമാണ്. 1, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ഈ അറബി ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ പൂരിപ്പിക്കാനോ മറ്റൊക്കെ വന്നേക്കാം. ഇന്നല്ലാഹ അള്ളാഹു ലാ യൻദുറു അള്ളാഹു നോക്കുന്നില്ല, ഇലാ അജ്സാദിക്കും നിങ്ങളുടെ ശരീരത്തിലേക്ക്, വലാ ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപത്തിലേക്കും നോക്കുന്നില്ല, വലാക്കിൻ പക്ഷേ യൻദുറു നോക്കുന്നത് ഇലാ ഖുലൂബിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അപ്പോൾ അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ അല്ല നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ഇതാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ദുറൂസിൽ നമുക്ക് 3 പാഠങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഉള്ള പാഠങ്ങൾ നന്നായി പഠിക്കുക. കുറഞ്ഞ പാഠങ്ങളേ ഉള്ളൂ. ചെറിയ ആയത്തുകളുടെ കഷ്ണങ്ങൾ, ഹദീസിൻ്റെ കഷ്ണങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. പാഠം നല്ലോണം വായിച്ച് വെക്കുക. കാരണം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനും പൂരിപ്പിക്കാനും ഒക്കെ കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ. സബ്സ്ക്രൈബ് മറന്നവർ ചെയ്യുക. ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതുക. എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.